ഇപ്പോഴത്തെ WCC അംഗങ്ങളായ ഓരോ വ്യക്തികൾക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ പൊങ്ങി വരികയാണ്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞതാണ്. എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയ. ഇപ്പോഴത്തെ റീമ കലിംഗലിനെതിരെ ശക്തമായി പ്രതികരിച്ചും ആരോപണവുമായി വന്നിരിക്കുകയാണ് ഗായിക സുചിത്ര. എന്താ ഉറക്കം വരുന്നു. Bro, Rima Kalingal and Rima meet parties like എത്തന girls അവങ്ങളോട് ആത്മരടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണോടഞ്ഞു പോകുന്ന സത്യ. റീമ കലിംഗൽ തന്റെ വീട്ടിൽ വെച്ച് നിരന്തരം ലഹരി വിരുന്നുകൾ നടത്തുന്നുവെന്നും കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഈ വിരുന്നുകളിൽ ലഹരി ഉപയോഗിക്കുന്നുവെന്നുമാണ് സുചിത്ര ഇപ്പോൾ പ്രമുഖ മാധ്യമത്തിന് തന്നെ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. അല്ല, അത് പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയത്. ഇവിടെ ഒരു ഇത്രയും അനുഭവിച്ച ഒരു പെൺകുട്ടി, ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. ആണോ? ആര് പിന്തുണയില്ലെങ്കിലും സംസാരിക്കാതെ പറ്റുമോ? ആരെങ്കിലും സംസാരിക്കണ്ടേ? അപ്പൊ തട്ടിപ്പാണല്ലേ നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. പൊളിഞ്ഞു. അവരുടെ പാർട്ടികളിൽ പെൺകുട്ടികളെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു, നിരന്തരം ഉപയോഗിക്കുന്നുമുണ്ട്. പിള്ളേരെ ഞാൻ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നറിയോ? പരിഹാരം ഉണ്ടാക്കാം എന്തിനും ഏതിനും. ഇത്രയും അനുഭവിച്ച ഒരു പെൺകുട്ടി, ഞാൻ ഇതുകൊണ്ടാണ്. അനവധി പെൺകുട്ടികളെയാണ് അവർ നടത്തുന്ന പാർട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് എന്നും സുചിത്ര വ്യക്തമാക്കുന്നു. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇനിയിപ്പോ ഇതും പറഞ്ഞാലും വഴക്കണ്ട, നമ്മൾ നാറി. റീമ ആതിഥേയം നൽകിയ ഹോസ്റ്റ് പാർട്ടികളുടെ സ്വഭാവം കാരണമാണ് അവരുടെ കരിയറിനെ നശിപ്പിച്ചുവെന്നും താരം പറയുകയാണ്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ട. തനിക്കിതൊക്കെ നിർത്തിട്ട് മാനമര്യാദ ജീവിച്ചു. റീമ കരികളുടെ കരിയർ തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അവർ നടത്തിയ പാർട്ടികളാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ റിമയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ താൻ ശരിക്കും ഞെട്ടിപ്പോയെന്നും താരം. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയുന്നത്. സത്യമാണോ അംസേ? എനിക്കറിയില്ല. സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ സ്വയം തീരുമാനിച്ചു. ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടി. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിച്ചു പോവാം.